നമസ്കാരം. പരിമിതികളെ മികവുകളാക്കുന്നവരെയാണ് നമ്മൾ പ്രതിഭകൾ എന്ന് പറയുന്നത്. അങ്ങനെ തൻ്റെ പരിമിതികളെയൊക്കെ മറികടന്നുകൊണ്ട് ദേശീയ ഭിന്നശേഷി ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിക്കൊണ്ട് പെരിന്തൽമണ്ണയുടെ അഭിമാനമായി മാറുകയാണ് റിദ ഫാത്തിമ എന്ന കൊച്ചുമിടുക്കി. തൻ്റെ പരിമിതികളോട് നോ കോംപ്രമൈസ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നങ്ങളുടെ ചിറക് വിറത്തി സഞ്ചരിക്കുകയാണ് ഈ വിദ്യാർത്ഥി പ്രതിഭ. ഭിന്നശേഷിക്കാർ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടണമെന്ന സമൂഹത്തിന്റെ മിഥ്യാധാരണയെ മാറ്റിയെഴുതുകയാണ് പെരിന്തൽമണ്ണയിലെ ഓരോ ഭിന്നശേഷി കുട്ടികളും. ഭിന്നശേഷിക്കാർക്കായി നിരവധി പദ്ധതികളും വിവിധ തരത്തിലുള്ള മത്സരങ്ങളും ഒരുക്കി അവരെ സമൂഹത്തിന്റെ മുൻനിരയിലെത്തിക്കുമ്പോൾ പെരിന്തൽമണ്ണയിലെ പൊൻതിളക്കമായി മാറിയിരിക്കുകയാണ് കുന്നക്കാവ് സ്വദേശിയായ റിദ ഫാത്തിമ. കൊച്ചിയിൽ നടന്ന ഭിന്നശേഷി ദേശീയ ഗെയിംസിൽ 50 മീറ്റർ നടത്തത്തിൽ സ്വർണ്ണ മെഡലും 50 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡലും സ്വന്തമാക്കി നാടിന്റെ യശസ് ഉയർത്തിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. കുന്നക്കാവ് മാണിക്കൻതൊടി വഹീദയുടെ മകളാണ് +1 വിദ്യാർത്ഥിനിയായ റിദ. ഭിന്നശേഷി കലോത്സവങ്ങളിലും മറ്റും സജീവ സാന്നിധ്യമായ റിദ ഫാത്തിമ വിളക്ക് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം 7 ദിവസങ്ങളോളം ദുബായിൽ സന്ദർശനം നടത്തി ഭിന്നശേഷിക്കാർക്കായി സംഘടിപ്പിച്ച പരിപാടിയിൽ ദുബായിലും പ്രാതിനിധ്യം തെളിയിച്ചിട്ടുണ്ട്. റിദയെ കലാകായിക മേഖലകളിൽ ഒന്നാമതെത്തിക്കുന്നതിൽ മാതാവ് വഹീദയുടെ കഠിന പ്രയത്നവും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്. നമ്മളോടൊപ്പം ദേശീയ ഭിന്നശേഷി ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിക്കൊണ്ട് കേരളത്തിന് അഭിമാനമായി മാറിയ റിദ ഫാത്തിമയും മാതാവും ചേരുകയാണ്. സ്വന്തം മക്കളുടെ വിജയങ്ങൾ ഏതൊരു മാതാപിതാക്കൾക്കും നൽകുന്ന സന്തോഷം വലുതാണ്. കാരണം അവരതിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ കൊടുക്കുന്ന പിന്തുണയും പ്രോത്സാഹനവും വലുത് തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ നിങ്ങൾ പങ്കുചേരുന്നത്? ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ദേശീയ ഗെയിംസിൽ പങ്കെടുക്കുന്നത്. ഒരുപാട് പ്രോഗ്രാംസിൽ പല സ്ഥലങ്ങളിലും പോയി പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഗെയിംസിൽ ആദ്യമായിട്ടാണ്. അതായത് നാട്ടിലെ സ്കൂളുകളോ സാധാരണ ഒരു സ്കൂളിൽ പോയി പഠിക്കാൻ മോൾക്ക് കഴിഞ്ഞിട്ടില്ല. സ്കൂളിലുണ്ടെങ്കിലും പിന്നെ സ്പെഷ്യൽ സ്കൂളിലൊക്കെയാണ് പഠിക്കുന്നത്. അതും സ്ഥിരമായിട്ട് പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പല സ്ഥലങ്ങളിലും പല പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും എത്തിപ്പെടാറുണ്ട്. പക്ഷേ ഗെയിംസിൻ്റെ ഒരു കാര്യത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കാൻ കൊച്ചിയിലൊരവസരം കിട്ടി. അത് പിന്നെ ദേശീയ നാഷണൽ ഗെയിംസ്, അതായത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന പിന്നെ ഡൗൺ സിൻഡ്രോം എന്നുള്ള വിഭാഗത്തിൻ്റെ മത്സരം മാത്രമായിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് കൊച്ചിയിൽ വെച്ച്. അവിടെ ഞങ്ങൾ പേര് രജിസ്റ്റർ ചെയ്തു. ഞങ്ങളുടെ കൂടെ മലപ്പുറത്തുനിന്ന് 2 കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾ പ്രോഗ്രാംസിന് പോകുന്ന കുട്ടികൾ തന്നെയാണ്. അവരുടെ കൂടെ ഞങ്ങൾ പങ്കെടുത്തു. റേസിങ്ങും റണ്ണിങ്ങും ആയിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അത് വയസ്സിന് അനുസരിച്ചിട്ടുള്ള കാറ്റഗറികളാണ്. അതിൽ ഫസ്റ്റ് മത്സരിച്ചതിൽ സെക്കൻഡും പിന്നെ രണ്ടാമത് മത്സരിച്ചതിൽ ഫസ്റ്റും കിട്ടി. ഗോൾഡ് മെഡലും സിൽവർ മെഡലുമാണ് കിട്ടിയത്. പിന്നെ ഇവിടുന്ന് എല്ലാ കുട്ടികൾക്കും അവർ ഒരു ഗോൾഡ് മെഡൽ സ്പെഷ്യലായിട്ട് അവിടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. ആദ്യമായിട്ട് പങ്കെടുത്തതിൽ തന്നെ നല്ലൊരു വിജയം നേടാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. പരിമിതികളെ മികവുകളാക്കുന്നവരാണല്ലോ യഥാർത്ഥ പ്രതിഭകൾ. അപ്പം മോൾക്ക് എന്തൊക്കെ മറ്റ് ടാലൻസ് ആണുള്ളത്? ഈ ഒരു കായിക മേഖലയിലല്ലാതെ മറ്റ് കലാമേഖലകളിൽ മറ്റേതെങ്കിലും മേഖലകളിൽ പ്രതിഭ തെളിയിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ പിന്നെ പ്രോഗ്രാംസിന് പോവാറുണ്ട്. അത് ഭിന്നശേഷി കലോത്സവങ്ങൾ, നാട്ടിലെ സ്കൂളുകൾ, ബഡ്സ് സ്കൂളുകൾ, പിന്നെ അതുപോലെ ഞാൻ ഒരുപാട് ഗ്രൂപ്പുകളിൽ ഒരു മെമ്പറാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും പ്രോഗ്രാംസ് ഉണ്ടാകുമ്പോൾ, അതായത് ഭിന്നശേഷി കലോത്സവം സംഗമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മോള് കൂട്ടി പോവാറുണ്ട്. അവിടെയൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരങ്ങളും കിട്ടാറുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ മക്കരപ്പറമ്പ് വിളക്ക് എന്ന് പറയുന്നൊരു ഫൗണ്ടേഷൻ ഉണ്ട്. കോവിഡ് സമയത്ത് പഠിക്കുന്ന കുട്ടികൾ ഞങ്ങളെപ്പോലെ ഇതുപോലെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ ചെയ്തതാണ്. അതിൽ പിന്നെ ഏകദേശം ഇപ്പോൾ ഒരു 50ഓളം കുട്ടികളുണ്ട്. പക്ഷെ അന്ന് ഒരു വർഷം മുമ്പ് ഏകദേശം ഒരു 24 കുട്ടികളെ വെച്ച് ഒരു ദുബായ് യാത്ര പോയിട്ടുണ്ടായിരുന്നു. വിളക്ക് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ദുബായിൽ കുറച്ച് നന്മയുള്ള കുറച്ച് ആളുകൾ ചേർന്ന് ദുബായ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് പിന്നെ 23 കുട്ടികളും പേരൻസും അടക്കം ഞങ്ങളൊരു ദുബായ് യാത്ര പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ബുർജ് ഖലീഫ, അതുപോലെ പിന്നെ മസ്ജിദുകൾ, മിറാക്കിൾ ഗാർഡന്, പിന്നെ അവിടെ ഒരു ദിവസം സ്റ്റേജ് പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടി. പിന്നെ ഒരുപാട് സ്കൂളുകൾ, അതായത് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പോയിട്ട് എല്ലാ വർഷവും പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ ഒരു ഓരോ വർഷം ചെയ്യുന്ന ഒരു സംഗമങ്ങളാണ്. പല സ്കൂളുകളിൽ നിന്നായിട്ടും വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ അവർ മാറ്റിവെക്കാറുണ്ട്. അവിടെ പോയി പ്രോഗ്രാംസ് അവതരിപ്പിക്കലുണ്ട്. പിന്നെ ആദ്യമായിട്ടുള്ള സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്ന സ്പെഷ്യൽ സ്കൂൾ പെരിന്തൽമണ്ണ ഫിനിക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. ഏലംകുളം പഞ്ചായത്ത് ബഡ്സ് സ്കൂളിലാണ് റിദയുടെ വിദ്യാഭ്യാസം. കലാകായിക മേഖലകളിലെ പോലെ വിദ്യാഭ്യാസ രംഗത്തും മുൻപന്തിയിൽ തന്നെയാണ് റിദ ഫാത്തിമ. സ്ക്രൈബിന്റെ സഹായത്തോടെ SSLC പരീക്ഷയിൽ
ഉന്നത വിജയം നേടി. ഹയർ സെക്കൻഡറി പരീക്ഷയും സ്ക്രൈബിന്റെ സഹായത്തോടെ എഴുതാനുള്ള ഒരുക്കത്തിലാണ് ഈ മിടുക്കി. ഞാൻ കുന്നക്കാവാണ് വീട്. കുന്നക്കാവ് സ്കൂളിൽ ഇപ്പോൾ +1 വിദ്യാർത്ഥിയാണ്. അവിടെ സ്ഥിരം പോകുന്നില്ല, എന്തെങ്കിലും പ്രോഗ്രാംസിന് ക്ഷണിക്കുമ്പോൾ അവിടെ പോവാറുണ്ട്. അതുപോലെ എക്സാം സ്ക്രൈബാണ്. SSLCയിൽ നല്ല മാർക്കുണ്ട്, സ്ക്രൈബാണ്. ഇനിയിപ്പോൾ +1 സ്ക്രൈബാണ് ചെയ്യണത്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് ഡാൻസ് പ്രോഗ്രാംസ് ആണ്. പിന്നെ ആദ്യമായിട്ടാണ് ഗെയിംസിൽ പങ്കെടുക്കുന്നത്. ഇൻഷാ അല്ലാ ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടാനും എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. പോകണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. റാമ്പ് വാക്കുകളിലും ഒരു താരം തന്നെയാണ് റിദ ഫാത്തിമ. ദൈവത്തിന്റെ മക്കളായ ഇവരെ ദൈവം തിരഞ്ഞെടുത്ത മാതാപിതാക്കൾക്ക് മാത്രമേ സ്വന്തമാക്കാനാവൂ. റിദ ഫാത്തിമയ്ക്ക് ഇനിയും ജീവിതത്തിൽ വിജയം കൂട്ടായിരിക്കട്ടെ. ചാനൽ 10 പെരിന്തൽമണ്ണ. മഞ്ചേരിക്ക് നല്ല കാഴ്ചകൾ സമ്മാനിച്ച അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഇനി കച്ചേരിപ്പടിയിലും. അതിനൂതന സാങ്കേതിക വിദ്യകളും അന്താരാഷ്ട്ര നിലവാരത്തോടു കൂടിയ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ വിഭാഗം, ഗ്ലോക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, കോൺടാക്ട് ലെൻസ്, ഒപ്റ്റിക്കൽ ഷോപ്പ്, ജനറൽ ഫാർമസി എന്നിവയുടെ സേവനവും ലഭ്യമാണ്. അഹല്യ ഐ ഹോസ്പിറ്റൽ, നിയർ കച്ചേരിപ്പടി ജംഗ്ഷൻ, മലപ്പുറം റോഡ്, മഞ്ചേരി.